അസ്സാം വലൈക്കും. ഇന്ന് ഓറഞ്ച് തൊലി കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടാ. നിങ്ങൾ ചെയ്തിട്ടുണ്ടാന്നുള്ളത് അറിയില്ല. അപ്പോൾ 6 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പോൾ ഓറഞ്ച് തൊലി കളഞ്ഞിട്ട് 6 ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഈ ഓറഞ്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കട്ടാ. അപ്പോൾ ഓറഞ്ച് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ വേസ്റ്റ് ആവുന്നില്ല. ഇതേപോലെ ഗ്ലാസ് ബൗളിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മീതെ ഒരു ഫോയിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് വെച്ചെങ്കിൽ ഇത് കുറേ ദിവസം തന്നെ ഇരിക്കും. അപ്പോൾ ഓറഞ്ച് നാശാവുന്നുള്ളത് വിചാരിക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഇതേപോലെ വെള്ളമില്ലാതെ വെക്കുകയാണ് വെച്ചെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കൂട്ടാ. അപ്പോൾ ഓറഞ്ച് നാശാവെന്ന് വിചാരിച്ചിട്ട് ആരും തൊലി എടുക്കാതിരിക്കണ്ട. ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ട് കൊടുത്തിട്ട്, ഗ്ലാസ് ബൗളില്ലെങ്കിലും നമ്മൾ സാധാ ഒരു ബൗളിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വെക്കുകയാണ് വെച്ചെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഇതിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളെ ഓറഞ്ചൊക്കെ ഞാൻ ഇതുപോലെ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കട്ട് നടു നുറുക്കിയിട്ട് ഇതിൽ കുറച്ച് ചീനമുളക്, മല്ലിച്ചപ്പ്, അതേപോലെ ക്രഷ് ചില്ലിയൊക്കെ ഇട്ടതിന് ശേഷം ഈ സാലഡ്, ഓറഞ്ചിൻ്റെ സാലഡ് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഇത് കുലുക്കിയതിന് ശേഷം നമ്മൾ ഈ സാലഡ് കഴിക്കുകയെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കണം, അതേപോലെ ഇത്തിരി ചീനമുളക്, അതേപോലെ മല്ലിച്ചപ്പ് ഇതിലെ മെയിനാണ് കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, അതേപോലെ കുറച്ച് ഉപ്പും ക്രഷ് ചില്ലിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സാലഡ് ഉണ്ടാക്കുക വെച്ചെങ്കിൽ അടിപൊളിയാണ്. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ ഇട്ടതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി കൊടുത്താൽ ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കൂട്ടാ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിയണം കേട്ടോ. എങ്കിലാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗിയും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് കയ്പ്പുണ്ടാവും കേട്ടോ. കയ്പ്പ് രസം ഉണ്ടാവും. കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണിത്. പക്ഷേ അതൊരു 5-6 ദിവസം അത് നമ്മൾ ആദ്യത്തിൽ കഴിക്കുമ്പോൾ അത് ആ കയ്പ്പിൻ്റെ ഇതുണ്ടാവുള്ളൂ. 5-6 ദിവസമൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ ബൗളിൽ അടച്ചു വെക്കണം കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, ഗ്ലാസിൻ്റെ ബൗളിൽ തന്നെ ഇട്ട് വെച്ചിട്ട് പിന്നെ കഴിക്കണം. 6 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ കയ്പ്പ് മാറും. പിന്നെ നമുക്ക് ഇതിൽ ഒരു റെസിപ്പി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കയ്പ്പ് മാറി കിട്ടാനുള്ള ഒരു റെസിപ്പി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, പിന്നെ ആവശ്യമുള്ളവർക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ചെടുത്തിട്ട് റെസിപ്പി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് രസം മാറി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും രണ്ട് ടേസ്റ്റാണ്. നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നതും ഒഴിച്ചു കൊടുക്കാത്തതും രണ്ടും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നമ്മുടെ തൊലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ തന്നെ ചെയ്യണത് പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഉലുവയും കടുകും, അതേപോലെ മുളക് പൊടി, അതിന് ശേഷം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി നിർബന്ധമാണ് കേട്ടോ. എന്നെങ്കിലാണ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ട് ഓറഞ്ച് നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് ചെറിയ ആവിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് സുറുക്കൊഴിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് ആവിയിൽ വേവണം. അതേപോലെ തന്നെ കുറച്ച് പച്ച കടുകും ഉലുവയും കൂടിയിട്ട് ചതച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സുറുക്കം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ സുറുക്കയിൽ കിടന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് പിന്നെ ഇത് ആവിയിൽ വെന്ത് കിട്ടണം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. വേപ്പില നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക്. വേണ്ടില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൂടി വെച്ച് കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ അത് നന്നായി വെന്ത് കിട്ടും. മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ കിടന്നിട്ട് വേവണം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടും. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അച്ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.